ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മുടെ ശ്രദ്ധയിൽ പതിയുന്ന ഒരു ക്രിയാപദമുണ്ട്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ എഴുന്നേറ്റ്. ധൂർത്തപുത്രൻ്റെ ഈ സ്വയ അവബോധം എന്താണ്? ആ സ്വയ അവബോധം ഞാൻ തറപറ്റി കിടക്കുകയാണെന്ന്, താൻ വല്ലാതെ അടിഞ്ഞു പോയിരിക്കുകയാണെന്ന്. നോമ്പുകാലം നമ്മുടെ തറപറ്റിയ അവസ്ഥകളെ തിരിച്ചറിയേണ്ട കാലമാണ്. തിരിച്ചറിയുക മാത്രമല്ല, എഴുന്നേൽക്കാൻ തീരുമാനമെടുക്കുന്ന കാലമാണ്. ധൂർത്തപുത്രൻ പറഞ്ഞതുപോലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഈ എഴുന്നേറ്റ് എന്ന പ്രയോഗം ചുങ്കസ്ഥലത്ത് ഇരിക്കുകയായിരുന്ന ലേവി അഥവാ മത്തായി, ഈശോ അദ്ദേഹത്തെ വിളിച്ചു, അവൻ എഴുന്നേറ്റ് അവിടുത്തെ അനുഗമിച്ചു എന്നാണ് കൃത്യം എഴുതി വച്ചിരിക്കുന്നത്. അവിടുത്തെ അനുഗമിച്ചു എന്നെഴുതിയാൽ മതി. പക്ഷേ എഴുന്നേറ്റ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം തൻ്റെ ധനാസക്തിയുടെ അനീതിപരമായ സമ്പാദനത്തിൻ്റെ ആ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ്, അല്ലെങ്കിൽ സ്വന്തം പാപാവസ്ഥകളിൽ നിന്ന് എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു എന്നാണ്. ഇതുതന്നെയാണ് സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ ചെന്നപ്പോഴും സംഭവിച്ചത്. അവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കർത്താവെ, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. എഴുന്നേറ്റ് നിന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വീഴ്ചകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, ബലഹീനതകളിൽ നിന്ന്, നമ്മുടെ ദൗർബല്യങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാൻ തീരുമാനമെടുക്കുന്ന കാലഘട്ടമാകട്ടെ ഈ നോമ്പ് കാലഘട്ടം. കർത്താവായ ഈശോയെ അടിപറ്റിയിരിക്കുകയാണ് ഞങ്ങൾ. സ്വയാവബോധത്തിലൂടെ എഴുന്നേൽക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.